ഫാമിലി ആയിട്ട് സ്റ്റുട്ട്ഗാർട്ടിലോട്ട് പോവുകയാണ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. സ്റ്റുട്ട്ഗാർട്ടിൽ വഴിയാണ് ഞങ്ങൾ പോണേ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഹായ്, ഇന്ന് നമ്മള് ഹൈഡൽബർഗില് ഹൊക്കൻഹൈം റിങ് കാണാൻ വേണ്ടി പോവുക. അവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷെ എക്സ്പീരിയൻസ് കാണാനാണ്. അവിടെ പോർഷെ മ്യൂസിയം, പോർഷെ എക്സ്പീരിയൻസ് സെന്റർ, മ്യൂസിയം അല്ല. ഓക്കെ, പോർഷെ എക്സ്പീരിയൻസ് സെന്റർ. അപ്പൊ റേസിംഗ് ട്രാക്ക് കാണാൻ വേണ്ടി പോവാണ്. പിന്നെ വണ്ടിയെ പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ അറിയുള്ളൂ. പിന്നെ അപ്പം ഞങ്ങളുടെ കുഞ്ഞിത് കിടന്ന് ഉറങ്ങി, ഞങ്ങളുടെ വലിയത് അവിടെ നോക്കിയിരിപ്പുണ്ട്. ഇത് ജർമ്മനിയിലെ ഓട്ടോബാനാണ്. നിങ്ങൾ ദൂരത്ത് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് സ്റ്റുട്ട്ഗാർട്ട്. സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുമ്പോ അവിടെ എഴുതി വെച്ചേക്കുന്നത്, സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുമ്പോ ദൂരത്ത് കാണുന്ന എഴുതി വെച്ചിരിക്കുന്ന സ്ഥലമാണ് സ്റ്റുട്ട്ഗാർട്ട്. അപ്പൊ ഞങ്ങള് കണ്ട ഇനിയും എഴുതി വെച്ചേക്കുന്നത് സ്റ്റുട്ട്ഗാർട്ട്. സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുമ്പോ ഭയങ്കര ഫീലിങ്സ് വരും. കാരണം ഞാൻ ജർമ്മനിയിൽ ആദ്യമായിട്ട് വന്ന സ്ഥലം സ്റ്റുട്ട്ഗാർട്ടാണ്. ഞാൻ സ്റ്റുട്ട്ഗാർട്ടിലായിരുന്നു ആദ്യം ജോലി ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 7 വർഷമായി ഫ്രാങ്ക്ഫർട്ടിന് മൂവ് ചെയ്തിട്ട്. അപ്പൊ ഇപ്പം കുറേ വർഷം സ്റ്റുട്ട്ഗാർട്ടിലായിരുന്ന സമയത്ത്, സ്റ്റുട്ട്ഗാർട്ടിൽ ശരിക്കും നമ്മൾ നാട്ടിൽ പോവുകയാണെങ്കിൽ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് ഒരു 3 hours ട്രാവൽ ചെയ്യണം. കാറിന് ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് കയറാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നാട്ടിൽ പോയപ്പം ഞാൻ പറയുമായിരുന്നു, ദൈവമേ ഫ്രാങ്ക്ഫർട്ടിലായിരുന്നു താമസിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോകായിരുന്നല്ലോ എന്ന്. ഇപ്പം ഞങ്ങൾക്ക് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ എയർപോർട്ടിന്. നമ്മളിപ്പോൾ ഫ്രാങ്ക്ഫർട്ടിലാണ് 7 വർഷമായിട്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ. അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ട്രാവലിലുള്ള നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓട്ടോബാനിക്കൂടെയാണ് ഞങ്ങൾ പോണേന്ന് പറഞ്ഞു. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ കാറിനാണ് ഇവിടെ ഔട്ടോ എന്ന് പറയണത്. അപ്പം ഔട്ടോബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് കാറുകളും പിന്നെ ഇതിലെ ലോറികളൊക്കെ പോവായിരിക്കും അല്ലേ, പ്രത്യേകമായി കാറുകൾക്ക് വേണ്ടിയുള്ള. പിന്നെ ഔട്ടോ എന്ന് പറഞ്ഞാൽ കാറെന്നല്ലേ, അപ്പൊ ഔട്ടോബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് പോകുന്ന വഴിയോ. ഈ കോമഡി തന്നെ. ബാൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ എന്നാണ്, ഔട്ടോ എന്ന് പറഞ്ഞാൽ ഓട്ടോ. അപ്പൊ ഔട്ടോബാൻ എന്ന് പറഞ്ഞാൽ കാറും ട്രെയിനെന്നോ. അപ്പൊ ബാൻ എന്താ, ബാൻ സ്റ്റാച്യൂ എന്തുവാ, എസ്ബാൻ എന്തുവാ? സുഖം ട്രെയിനാണ്. അപ്പൊ എന്തായാലും ഓട്ടോബാൻ ഇതുപോലെ നമ്മൾക്ക് സ്പീഡ് ലിമിറ്റ് ഇല്ലാണ്ട് പോകാൻ പറ്റണേ. പെട്ടെന്ന് നമുക്കിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത്, ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 60 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ വേണ്ടേ? നാട്ടിൽ 2 മണിക്കൂർ വേണ്ടേ? അത് എത്ര മണിക്കൂർ വേണം? അത് മതിയോ? ശരിക്കും അപ്പൊ 60 കിലോമീറ്ററിന് നമുക്ക് നാട്ടിലാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മളൊരു 60 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ നമുക്കൊരു മണിക്കൂറിൽ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യാം. അപ്പൊ നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തായാലും 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യാം. അതുപോലെ ഇപ്പോൾ ഓട്ടോബാൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് സ്പീഡ് ലിമിറ്റ് ഇല്ലാതെ കാർ ഓടിക്കാൻ പറ്റും. കാർ എന്നല്ല, വണ്ടികളെല്ലാം ഓടിക്കാൻ പറ്റുന്ന ഇതാണ്. അതെനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ജർമ്മനിയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാർ ഇങ്ങനെ റേസിംഗ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ റേസ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഒരു അതെ, റോഡിൽ അൺലിമിറ്റഡ് സ്പീഡായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഓട്ടോബാൻ ഉള്ളത് ജർമ്മനിയിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമുക്ക് റോഡിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ബസ് ഓടിക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് നമ്മുടെ കാർ ഓടിക്കാം. ഇപ്പൊ നമ്മളുടെ കാറിന്റെ സ്പീഡ് നോക്കുവാണെങ്കിൽ എത്രയാ? 157 ആണ് ഇപ്പം. 150 കിലോമീറ്ററിലാണ് ഇപ്പൊ നമ്മൾ പോണത്. വണ്ടി പ്രാന്തന്മാർക്കും ഒക്കെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടും ജർമ്മനിയിലാണെങ്കിൽ. ഇപ്പോഴത്തെ സ്പീഡ് നിങ്ങൾക്ക് കാണാം, 179, 80, 82. ഇവിടെ 100 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉള്ള സ്ഥലം എത്തി. അപ്പോൾ അവിടെ 100 കിലോമീറ്റർ ആണ് ഇവിടുത്തെ സ്പീഡ്. നല്ല കിടക്കാച്ച ഒരു വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഫോളോ ചെയ്ത് പോയേക്കാന്ന്.
അത്ര പോരാ. ഇത്ര പോരാ, ഇച്ചിരിയും കൂടെ പോരാത്ത വണ്ടി അത്. ആ കണ്ടുപിടിച്ചു, അതേതാ വണ്ടി? വെറുതെ അല്ലേ മനസ്സിലാവാത്ത അസിറ്റോണോ എന്തോന്നാ അതിന്റെ പേര്? ചൈന വണ്ടി. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ കാണുന്നവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചിട്ട് വീഡിയോ കാണുന്നവര് താഴെ കമന്റ് ചെയ്യാൻ പറയണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ ആരെങ്കിലും കണ്ടാലല്ലേ കമന്റ് ചെയ്യുള്ളൂ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. ഇപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് ഇങ്ങനെ യാത്രകൾ പോകുമ്പോഴും കാറിലോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ അത്രയും നമുക്ക് സ്പേസ് കിട്ടത്തില്ല എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടാവണേ. ഇതുപോലെ കാറുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്താണ് എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സമയം കിട്ടണതും. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും പോകാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് യാത്ര പോവുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാവരും തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ നന്നാവാൻ കുറച്ച് നല്ലതാണ്. അത് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ സംസാരിക്കാൻ, ഞാൻ പൊതുവേ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ വീട്ടുകാരെല്ലാവരുമായിട്ടൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും അടുത്തല്ലേ നമ്മളിരിക്കണേ കാറിൻ്റെ ഉള്ളിലാവുമ്പോൾ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യും. പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് സ്നാക്സ് കഴിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് പോണ ഒരു സമയമാണ് ഒരുമിച്ചുള്ള ഡ്രൈവ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നു? വളരെ ശരിയാണ്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു? വളരെ ശരിയാണ്. ഇതിലിരുന്ന് കാറിൽ ഇവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കാറിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര സ്പീഡിൽ പോകുകയെന്നോ അതിൻ്റെ ഒരു കുലുക്കോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇപ്പം നാട്ടിൽ നമ്മൾ എനിക്ക് തോന്നണു കാർ ഓടിക്കുമ്പോൾ ഒരു 60, ഒരു 70, 80 ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഉള്ളിലോട്ട് ഭയങ്കര സ്പീഡും കുലുക്കവും ഒക്കെ ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ നമ്മൾ എത്ര സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്പീഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാറില്ല. ഒട്ടും അനക്കമില്ലാതെ നമ്മൾ കാറിൻ്റെ ഉള്ളിലിരിക്കണേ. നാട്ടിൽ റോഡിന്റെ പ്രത്യേകതയാണ് അത്. ഇതുപോലത്തെ സ്ട്രെയിറ്റ് റോഡുകളല്ല, കുന്നുകള്, മലകള്, വളവ്, തിരിവ്, അങ്ങനത്തെ സാധനങ്ങളും. പിന്നെ ഡ്രൈവിങ്ങും ഇത്ര ഫ്രീ ആയിട്ടും കൂളായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പുറത്തുനിന്ന് തന്നെയാള്, ഇപ്പുറത്തുനിന്ന് തന്നെയാള്, ഏതിൽ കൂടെ വരുന്നു എന്നൊക്കെ പേടി ഉണ്ടാവും. ഇപ്പം ഞാനും എപ്പോഴാണെങ്കിലും ഓർക്കും നാട്ടിൽ പോയാൽ വണ്ടി ഓടിക്കാൻ എനിക്ക് പേടിയാ. കാരണം നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കും, നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പുറത്തോടെ വന്ന ആൾ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും നാട്ടിൽ വണ്ടി ഓടിക്കാൻ. ഇവിടെ നമുക്ക് അങ്ങനത്തെ ആവശ്യമില്ല. ഇവിടെ റൂളുകൾ ഒരുമാതിരി നല്ലപോലെ എല്ലാവരും ഫോളോ ചെയ്യും. നല്ല ഫൈനും കിട്ടും. ഇവിടെ എല്ലാത്തിനും ഫൈൻ കിട്ടും റൂള് ബ്രേക്ക് ചെയ്താൽ. ഇതെന്താ അവിടെ ഒരു പുക? അവിടെ എന്തോ ഒരു പുക പോലെ കാണുന്നു അങ്ങ് ദൂരേന്ന്. അയ്യോ, ബ്രേക്ക് ആക്സിഡന്റ് ആണോ? അവിടെ ഭയങ്കര ഒരു പുക പോലെ കാണുന്നുണ്ട്. എന്തുവാന്ന് അറിയത്തില്ല. ഇനി വല്ല ഇടിച്ച ആക്സിഡന്റ് ആണോ, ജസ്റ്റ് ഇപ്പൊ എങ്ങനെ ആക്സിഡന്റ് ആയതാണോ? അയ്യോ, നമ്മൾ ഓൾറെഡി ടൈം ബുക്ക് ചെയ്ത് വന്നിട്ട് ലേറ്റ് ആയിട്ട് തന്നെ പോണവരാ ഞങ്ങൾ. ഇതേ ഭയങ്കര പുക വരുന്നുണ്ട് കേട്ടോ. എന്തുവാണോ എന്തോ പുക വരുന്നത്, എന്തുവാന്ന് അടുത്തോട്ട് ചെല്ലുമ്പോ വീഡിയോയിൽ എന്ത് ടൈം കാണിക്കുമെന്ന്. അതിനെ ഇവിടെ മണം വന്നേ. ഈ വണ്ടിക്ക് എവിടുന്നാ പുക വന്നേ? ആ വണ്ടിന്നല്ല, ഞാൻ ഫോണിൽ ശ്രദ്ധിച്ചോണ്ട് ഞാൻ കണ്ടില്ല, എന്താന്ന് മനസ്സിലായില്ല. കരിഞ്ഞ മണമൊക്കെ വന്നിട്ടുണ്ട്. കാൾസ്റൂവെ, മാൻഹൈം, നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ രഞ്ജിത്ത് പഠിച്ച സ്ഥലമാണ് കാൾസ്റൂവെ എന്ന് പറയണേ. മുകളിൽ സ്റ്റുട്ട്ഗാർട്ട്, ഞാൻ ആദ്യമായി ജോലി കിട്ടി വന്ന സ്ഥലമാണ് സ്റ്റുട്ട്ഗാർട്ട്. രഞ്ജിത്ത് പഠിക്കാൻ വന്ന സ്ഥലമാണ് കാൾസ്റൂവെ. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തൊന്നും അല്ല, നമ്മളുടെ ദൂരെയാണ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും സ്ഥലങ്ങളൊക്കെ. ഈ കാറിലിരുന്ന് വ്ലോഗ് ചെയ്യാൻ ഭയങ്കര രസമാണ്. അതിപ്പോൾ പണ്ട് കാണാറുണ്ടായിരുന്ന ഒരു ചാനലുണ്ട്, മറ്റേ സീക്രട്ട് ഏജന്റിന്റെ ചാനൽ. പുള്ളി കാറിൻ്റെ അകത്തിരുന്ന് മാത്രം വീഡിയോ ചെയ്യുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. പിന്നെ പുള്ളി ബിഗ് ബോസിലായിരുന്നു കണ്ടത്. അപ്പൊ അതുപോലെ ഇപ്പൊ കുറെ പേര് കാറിന്റെ ഉള്ളിൽ ഇരുന്ന് ഇതുപോലെ വ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പം കാർ ഏറ്റവും പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലമാണ്. സ്വസ്ഥമായിട്ടിരുന്ന് വ്ലോഗ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കാറിന്റെ അകത്തിരുന്ന് വ്ലോഗ് ചെയ്യുമ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത്. അത് തന്നെ, നമ്മുടെ സ്വന്തം വണ്ടി ഓടിക്കാൻ നാട്ടിലാണ് ഇഷ്ടം ഇവിടത്തേക്കാളും. പക്ഷെ ഈ ഓട്ടോബാൻ എക്സ്പീരിയൻസ് കിട്ടൂലല്ലോ നാട്ടില്. നമുക്ക് ഇതിലെ ബൈക്കുകൾ കാണാമോ? ജർമ്മനിയിലാണെങ്കിൽ ഇതുപോലെ ബൈക്കുകളാണ് കാണാൻ കിട്ടാത്തത്. റോഡിൽ ഈ സമ്മർ സീസൺ ആവുമ്പോൾ മാത്രം കാണാൻ പറ്റുന്നതാണ് ഇതുപോലെ ആളുകൾ ബൈക്ക് കൊണ്ടുപോണേ. BMW ബൈക്കുകള്. പിന്നെ പോണ ബൈക്കുകളെല്ലാം ഇതേപോലത്തെ ബൈക്കുകളായിരിക്കും കേട്ടോ. ഇതുപോലത്തെ ഒരു 8 കാലിയാന്ന് തോന്നുന്നു. ഒരു ഹൈ എൻഡ് ബൈക്കുകൾ മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ. അല്ലാതെ സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഒരിക്കലും ബൈക്ക് അങ്ങനെയല്ല. ഇവിടുത്തെ ക്ലൈമറ്റിന് ബൈക്ക് ഒട്ടും പറ്റത്തുമില്ല. അതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം മാത്രമേ നമുക്ക്
സമ്മറുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്ലൈമറ്റിലും കൂടെ ഉപയോഗിക്കാനും 2 വീലേഴ്സ് കുറവാണ്. പക്ഷെ അപ്പോൾ ഇങ്ങനെ സമ്മർ ടൈമിൽ ഇങ്ങനെ റേസിങ്ങുകൾ കാണാം, സൈക്കിൾ റേസ്, ബൈക്ക് റേസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നല്ല കൂടിയ ബൈക്കുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഹൊക്കൻഹൈം ഇതാണ് നമ്മൾ പോണ സ്ഥലം. ഹൊക്കൻഹൈം 3.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഓ, ബ്ലൂ ബെൻസ്, വെറൈറ്റി കളറാണല്ലോ ബ്ലൂ. ഹൊക്കൻഹൈം എക്സിറ്റ് ആണ്. ഓട്ടോബാനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുകയാണ് ഹൊക്കൻഹൈമിലോട്ട്. ഇനിയുള്ള റോഡുകളിൽ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല കേട്ടോ, പറപ്പിച്ച്. ഇനി നമ്മൾ റൂളൊക്കെ അനുസരിച്ച് പോകുന്ന വഴിയായിരിക്കും ഇതൊക്കെ. ക്യാമ്പർ വാൻ പോകുന്നുണ്ട് ഫ്രണ്ടില്. ക്യാമ്പർ വാൻ അല്ല, ക്യാമ്പറിന്റെ ഡ്രൈവർ ഇല്ലാത്ത വാൻ ഒരു കാറിൽ കൊണ്ടുപോകുന്നതാണ് അത്. ഓക്കെ, ഇവിടെ 120 കിലോമീറ്റർ ആണ്. വീണ്ടും ഓട്ടോമാനി കയറിയോ നമ്മള്? അയ്യോ, പഴയ ഒരു വണ്ടി നോക്ക്. അത് ഏത്? ഫോർഡിന്റെ. അതിന്റെ ഉള്ളിലിരിക്കുന്ന ആളെയൊക്കെ നന്നായി കാണാൻ പറ്റും. നോക്ക്, അതിന്റെ ഉള്ളിലിരിക്കുന്ന ചേട്ടനെയൊക്കെ നന്നായിട്ട് കാണാം. ഓടിക്കുന്നൊരു കൂൾ കാർ. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവര് ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ കാറിലും, അന്നൊക്കെ നമുക്ക് ജീപ്പൊക്കെ ഉണ്ടല്ലോ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ, അംബാസിഡർ കാറ്, ജീപ്പ് ചെറുപ്പത്തിലൊക്കെ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കില്ലേ, ഇത് ഇത്ര കാറ്, ഞാൻ ജീപ്പ് എണ്ണാം, നീ കാർ എണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് കാറും ജീപ്പും ഒക്കെ എണ്ണണത്, അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പം ഞങ്ങൾ റോഡിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വണ്ടികൾ എണ്ണും. BMW എത്ര, ബെൻസ് എത്ര, ഓഡി എത്ര, പോർഷെ ഉണ്ടോ, ലംബോർഗിനി, അങ്ങനെ ഞങ്ങൾ എണ്ണും. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? തിരിച്ചു വെച്ചിട്ട് ഞങ്ങൾ കാർ എണ്ണുക. അപ്പം നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്നത് ഒരു BMW. ഏതാ അത്? അറിഞ്ഞൂടാ. അതേതാ? BMW X3. എന്റെ ഫ്രണ്ടിൽ ഒരു ബെൻസ്, ഇപ്പുറത്തോട്ടൊരു ബെൻസ് പോകുന്നു. മേബാക്ക് ആണോ? ഓക്കെ, ബെൻസ്, ഫോക്സ്വാഗൻ, ഡാഷിയ. ഞങ്ങൾക്ക് ഇവിടെ ഡസ്റ്ററിന്റെ പേര് ഡാഷിയ എന്നാ. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? റെനോൾട്ടിന്റെ തന്നെ ഒരു സബ്സിഡിയറി കമ്പനി പോലെയുള്ള കമ്പനിയാണ് ഡാച്ചിയ. ഡാച്ചിയയുടെ ബ്രാൻഡിലാണ് ഡസ്റ്റർ ഇവിടെ ഇറങ്ങുന്നത്. നാട്ടിലെ റെനോൾട്ട് ഡസ്റ്റർ, ഇവിടെ ഡാച്ചിയ ഡസ്റ്റർ. ആ, അത് തന്നെ. എന്നാ അങ്ങനെയൊക്കെ. ഇത് വിൽക്കോമൻ ഹൊക്കൻഹൈം റിംഗ്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ വരണേ. വിൽക്കോമൻ ജർമ്മനിയിൽ പറഞ്ഞാൽ വെൽക്കം. വെൽക്കം ടു ഓട്ടോബാൻ. In 1.3 kilometers, turn left on Amfriedhof. ഇതിങ്ങനെ റേസിംഗിന്റെ ഇതുവഴി കൂടെയാണോ? കാർ പാർക്കിംഗ് ഇത്രയും സ്ഥലമോ? ആ, ശരിയാ. പാർക്ക്, മറ്റേ പാർക്കൊക്കെ പോലെ വലിയ പാർക്കിംഗ് ആന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ദേ ഞങ്ങളുടെ ഒപ്പം വന്നു എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഇവിടെ ഞങ്ങൾ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം ഈ കാര്യങ്ങളൊക്കെ. എന്തായാലും രഞ്ജിത്ത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. രഞ്ജിത്ത് പോയിട്ട് അത് രഞ്ജിത്തിന്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഓട്ടോ മാഡ്നസ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ കാർ ഉണ്ടാക്കിയത് ജർമ്മനിയിലാണല്ലോ. അപ്പൊ ഇവിടെ ആണ് കാറിന്റെ മ്യൂസിയംസും ഒക്കെ ഉള്ളത്. പോർഷെ മ്യൂസിയം, ബെൻസ് മ്യൂസിയം ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതുപോലെ BMW മ്യൂസിയം. BMW നമ്മുടെ അടുത്തല്ല, ബവേറിയ വേറെ സ്ഥലമാണ്, എന്നാലും എല്ലാം ജർമ്മനി തന്നെ. അപ്പം നമ്മുടെ ആ വണ്ടി കാണിക്കാൻ പറ്റിയില്ല, സോറി. നിങ്ങൾക്ക് പുറകെ കൊടുക്കണം, അറിയില്ല. നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർക്കൊക്കെ പണ്ട് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാണ് കാറുകളൊക്കെ. പണ്ട് സ്വാതി തിരുനാൾ രാജാവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, അവിടുത്തെ കാറുകളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു എന്ന്. നമ്മൾ ഹൊക്കൻഹൈം റിംഗ്.
ദേ പോർഷെ ഒരു കാർ വരുന്നുണ്ട്. അതാരുടെയോ പേഴ്സണൽ കാറാണ് കേട്ടോ. ഇവിടെ പേഴ്സണൽ കാർ കൊണ്ടുവന്ന് നമുക്ക് റേസ് ചെയ്യാം. പേഴ്സണൽ കാർ റേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റോഡ് റേസ് ചെയ്യാനുള്ള റോഡാണോ ഇത്? ഇതല്ല, അതിന്റെ അകത്തോട്ടാണ്. വീണ്ടും പോർഷെ. You've arrived at your destination. നമ്മൾ ചെക്ക് ഇൻ ചെയ്യട്ടെ. അപ്പൊ ഒരു ഭയങ്കര സ്പീഡിൽ ഓടിക്കാൻ കയറും. അപ്പൊ നമ്മളിവിടെ എത്തി പാർക്ക് ചെയ്തു. ഇനി ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഭയങ്കര സ്പീഡായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, സൂം ചെയ്ത് കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് താഴെ വന്ന് കാണാം, അല്ലെങ്കിൽ മേളിൽ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പോകാൻ പോണ വണ്ടി, പോർഷെ 911. One should really take a professional training to drive like this, yes. പിന്നെ ചേച്ചി വേറെ മജ കേട്ടെ, ചേച്ചി അങ്ങ് ദൂരെ പോയി. കഫേ ഫ്രം പോർഷെ. കഫേ അല്ല, ക്യാപ്പിച്ചിനോ ഫ്രം പോർഷെ. ചീക്ക ഒരു മഫിൻ, ചേച്ചി ഒരു മഫിൻ, ചീക്ക ഒരു മഫിൻ, മനുവാർ ആൻഡ് കാപ്പിച്ചിനോ. അങ്ങനെ കാർ റേസിംഗ് ഒക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ തിരിച്ചു പോരുവാണ്. റേസിങ്ങിന് പോയിട്ട് ഒരാളാണെങ്കിൽ ഇവിടെ പഴമായി തല കറങ്ങി കിറുങ്ങി ഛർദ്ദിച്ചില്ല എന്ന് മാത്രം. അങ്ങനെ ഒരാളായിരുന്നു. കിറുങ്ങിയിട്ട് അടുത്ത വണ്ടി ഓടിക്കാൻ വയ്യാത്ത അവസ്ഥയിലായതുകൊണ്ട് ഞങ്ങൾ അത് തിരിച്ചു കൊടുക്കണോ? അപ്പോൾ അത്
വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നത് കൊണ്ട് ഒന്ന് ഇരുന്ന് കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ പോവുക. അത്രയ്ക്ക് എക്സ്പീരിയൻസ് കിട്ടി, നല്ലപോലെ കിടു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്നെയും കൂടെ ഒന്ന് കയറ്റായിരുന്നു അതിൽ. അപ്പോൾ പറഞ്ഞു ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടന്നിട്ട് പോരേണ്ട വരും എന്ന് പറഞ്ഞു. എന്തായാലും അടുത്ത പ്രാവശ്യം ഒന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് കയറണമെന്ന്. വീണ് കിടന്നാലും കുഴപ്പമില്ല, ഒന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. രഞ്ജിത്തിൻ്റെ ട്രാക്കിൽ പോയ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ചത്തു പോവുള്ളൂ. അല്ലെങ്കിൽ വീഗാലാൻഡിലൊക്കെ ഇട്ട് മറിക്കില്ലേ, അമ്മാതിരി ഒരു പരിപാടിയാണ്. നമ്മൾ ഒരു കാറിലൊന്നും കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഒന്നാവും നമ്മൾ വിചാരിക്കില്ല. രഞ്ജിത്ത് പറഞ്ഞു രഞ്ജിത്തിന് കാറ് നന്നായിട്ട് ഓടിക്കാൻ അറിയാമെന്നായിരുന്നു വിശ്വാസം. ഇപ്പോൾ മനസ്സിലായി കാർ ഓടിക്കാൻ അറിയത്തില്ലെന്ന്. ഓ, ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ആൾക്കാർ പല കാര്യങ്ങളും പറയില്ലേ, പറഞ്ഞു തരാൻ അറിയത്തില്ല. അതുപോലെ ഒരു സാധനമാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ. പിന്നെ അത്ര വണ്ടിപ്രാന്തന്മാരൊക്കെ ആണെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ. പക്ഷെ നമ്മൾ അഡ്വഞ്ചേഴ്സ് എപ്പോഴും ചെയ്യണമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് കയറണമെന്നുണ്ടായിരുന്നു അതിനകത്ത്. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര രസമുണ്ട് ഇങ്ങനെ ഇവർ പോണ കാണാനൊക്കെ. എങ്ങനെയാണ് ഇങ്ങനെ വണ്ടി ഓടിക്കണേന്നുള്ളത് നമ്മൾ ഈ റോഡിൽ ഓടിക്കണ ഡ്രൈവിംഗ് അല്ലാന്ന് നമുക്ക് തോന്നി ഇവരുടെ ഓടിയിൽ കാണുമ്പോൾ. ബ്രേക്കൊക്കെ ഒറ്റ ചവിട്ടെന്ന് പറഞ്ഞ് 190 പൂജ്യത്തിലോട്ടൊക്കെ വരണ ചുമ്മാ 10-20 മീറ്ററിനുള്ളിലോ അമ്മാതിരി ചവിട്ടാന്നറിയാം. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ, പറയാൻ പറ്റും. അത് ഈ ട്രാക്ക് ഉണ്ടാക്കിയേക്കണാണ് ഇങ്ങനെ ചെരിഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ നമുക്കിത് മനസ്സിലാവില്ല. അത് വീഡിയോയിൽ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മളത് 2Dയിലല്ലേ കാണണേ. അത് അതിൻ്റെ അകത്ത് അതിൻ്റെ കർവുകളും ആംഗിളുകളും ഒക്കെ നമ്മൾ വിചാരിക്കണേക്കാളും ഭയങ്കര സ്റ്റീപ്പാണ്. പിന്നെ ഇവരുടെ ഡ്രൈവിങ് ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിങ് ആട്ടോ എൻ്റെ പൊന്നെ. പക്ഷേ പോർഷെ എന്താണ്, പോർഷെ 911 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ, അല്ലാണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ വെറുതെ ഇപ്പോൾ ഞങ്ങൾ വന്ന പോലെ ഓട്ടോമാനിൽ നേരെ പിടിച്ച് 200 പോയാൽ ഒന്നും തോന്നൂല. ഇതിലൊക്കെ ഉണ്ടല്ലോ, പറയണ്ട, പോവാം. പറയണ്ട, പോയേക്കാന്ന്. എന്തായാലും വർത്തായിന്ന്, 200 euro മുടക്കിയത് വർത്തായിന്ന്. അപ്പം ഇനി നമ്മൾ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോവാം നമുക്ക്. പരിപാടി. ഹാ ക്രിസ്ത്യൻ, നീയാണോ ഇനി വണ്ടി ഓടിക്കുന്നേ? ആ ഓടിക്കാനൊക്കെ അറിയോ നിനക്ക്? ആ പിന്നെ നിന്റെ കാറ് സൈഡിൽ ഇരിപ്പുണ്ടല്ലോ ഇപ്പുറത്ത്, കുഞ്ഞിക്കാറെന്തേ? ഇത് നമ്മള് 25 ഡിഗ്രിയാന്നും പറഞ്ഞ് പോകുന്നതാണ്. ഇത് വന്ന് 29 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. എന്ത് പൊന്നെ, ചൂടെടുക്കുന്നുണ്ട് നല്ലപോലെ. നാട്ടിലത്തെ കാലാവസ്ഥയായി തുടങ്ങി ഇപ്പം ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇനിയുള്ള 2-3 മാസം നല്ല ചൂട്, നല്ല കാലാവസ്ഥയായിരിക്കും. ഛർദിച്ചിട്ട് കയറിയാൽ മതി, പുറത്തു വെക്കും. അങ്ങനെ നമ്മൾ പോർഷയുടെ മ്യൂസിയം ആണോ ഇതല്ലല്ലോ? ഇതെന്തോ, ഇത് ജസ്റ്റ് ട്രാക്ക് മാത്രമേ ഉള്ളൂ. വന്ന് തിരിച്ചു പോവാ, അന്നേരം ചോദിക്കാണോ പോർഷെ എക്സ്പീരിയൻസ് സെന്റർ? അല്ല, അത് അങ്ങനെ മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ ചോദിച്ചേ. ട്രാക്ക് എക്സ്പീരിയൻസ് സെന്റർ. അവിടത്തോട് വിട പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് വീണ്ടും തിരിച്ചു. അങ്ങോട്ട് നോക്കിയോ, ഇതാണ് ട്രാക്ക്. ഒരു വലിയ ഓഡിറ്റോറിയം, സ്റ്റേഡിയം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബൈ ബൈ. നമ്മൾ ഇവിടുന്ന് ബൈ ബൈ എന്ന് പറയണ പോലെയാണ്. ഔഫ് വീഡർസേ, ഗുഡ് ബൈ.